ഞാനിതിനെ ഈ പറഞ്ഞ പോലെ എന്താണ് പറഞ്ഞ ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ട് മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഈ കാലത്ത് ഈ 10 പേരുടെ പിന്തുണ കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ നിമിഷങ്ങൾ കൊണ്ട് ആൾക്കാർ താരമാവുകയും വൈറലാവുകയും ഒക്കെ ചെയ്യുന്ന കാലമാണ്. നമ്മളതൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതേ സ്പീഡിൽ തന്നെ ഇത് പോവുകയും ചെയ്യും. കാര്യം ഇതിന് വലിയ നിലനിൽപ്പൊന്നുമില്ല. കാര്യം ഒരു ക്യാമറയുടെയും ഒരു ഫോണിന്റെയും കീപാഡിന്റെയും പിന്നിലിരുന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ലോകം ഒന്ന് കീഴ്മേൽ മറിച്ച് കളയാം എന്നൊക്കെ ചിലപ്പോൾ തോന്നും. കുറെ ലൈക്കും കമന്റും ഒക്കെ കിട്ടുമ്പോൾ ഞാനാണ് ഈ വലിയ സംഭവം എന്നൊക്കെ തോന്നും. ഇതൊക്കെ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു പൊതു സ്വഭാവത്തിന്റെ ഭാഗമാണ്. അങ്ങനെ വന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ എൻ്റെ അടുത്ത് ആ ചാനൽ അവതാരം കണ്ടില്ലേ 2 കോടി ഫോളോവേഴ്സാണ്, എന്താണിത്, BJP ഒക്കെ എവിടെ കിടക്കും, ഈ രീതിയിലാണ്. നോക്കൂ, എന്തൊരു കാര്യം ഉണ്ടെങ്കിൽ കൗതുകത്തോടെ അതിൻ്റെ അകത്ത് കയറി നോക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്, വളരെ ചെലവ് കുറഞ്ഞ ഇന്റർനെറ്റ് ഉണ്ട്. അപ്പം ഇത്രയുള്ളൂ കാര്യം. ഒരു 10 ദിവസം മെറ്റയുടെ സെർവർ ഒന്ന് ഡൗൺ ആയാൽ അന്ന് തീരുന്നതാണ് ഈ സാധനമൊക്കെ. അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു കാര്യം, നാട്ടിലെ നമ്മുടെ 140 കോടി ജനങ്ങളുള്ളൊരു നാടാണ്. ആ നാട്ടിൽ അതിൻ്റെതായ ഒരുപാട് സാമൂഹ്യ വൈവിധ്യങ്ങളുള്ള സ്ഥലമാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരുപാട് ഇഷ്യൂസ് ഇവിടെയുണ്ട്. അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ യുവജനങ്ങൾ മുന്നിട്ടിറങ്ങുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യമാണ്, നല്ല കാര്യമാണ്. അവരുടെ നിലപാട് എന്തുമായിക്കോട്ടെ, ചിലപ്പോൾ നമുക്ക് യോജിക്കാവുന്നതും വിയോജിക്കാവുന്നതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതെന്തുമായിക്കോട്ടെ, അതൊക്കെ പിന്നീട് കാര്യം. അതിനൊക്കെ ഈ നാട്ടില് ജനാധിപത്യ സ്വാതന്ത്ര്യമുണ്ട്. അതിന് അടിസ്ഥാനപരമായി വേണ്ടത് ഒരു ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത് അതിന് ലഭിക്കുന്ന പിന്തുണയിലൂടെ പിന്നെ ഈ സാമൂഹ്യ മാധ്യമങ്ങളും മെയിൻ സ്ട്രീം മാധ്യമങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന അതിൻ്റെയൊക്കെ ആഡ് ഓൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു പരിപാടി നടക്കില്ല. കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് എന്താണ്, ഒരു വെർച്വൽ വേൾഡിൽ ഇരുന്നുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. ഈ വെർച്വൽ വേൾഡും റിയൽ വേൾഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലുതാണ്. അതാണ് ഇന്ന് നമ്മളിപ്പോൾ ഈ ഡൽഹിയിൽ കണ്ടത്. അതാണ് അതിന്റെ റിയാലിറ്റി. പിന്നെ ഇത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണോ എന്നുള്ള ചോദ്യം. നമ്മുടെ നാടിനെ അകത്തും പുറത്തും ഈ രാജ്യത്തിനെ നശിപ്പിക്കാനൊരുങ്ങുന്ന അല്ലെങ്കിൽ ഈ നാടിനെതിരെ പ്രവർത്തിക്കുന്ന വളരെ വലിയ ശക്തികളുണ്ട്. വളരെ പവർഫുൾ ആയിട്ടുള്ള ശക്തികളുണ്ട്. രാജ്യത്തിനകത്തുമുണ്ട്, പുറത്തുമുണ്ട്. അവർ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം എന്താണ് ഉപയോഗിക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്നിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും, നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ, ഇങ്ങനെ ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ അവരെയും ഉപയോഗിക്കാനുള്ള സാധ്യത, രാജ്യവിരുദ്ധ ശക്തികൾ ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് ഈ പറഞ്ഞ പോലെ സിസ്റ്റത്തിനെതിരെയുള്ള സമരം, അഴിമതിക്കെതിരെയുള്ള സമരം, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് മേമ്പൊടികൾ കൊടുത്തുകൊണ്ട് ഇങ്ങനെ രംഗത്തിറങ്ങുന്നവരെ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന വലിയ വിഭാഗമുണ്ട്. ആ ലെവലിലേക്ക് ഇതും പോകുമോ എന്ന് സർക്കാരോ ഏജൻസികളോ ഈ നാട്ടിലുള്ള പൊതുജനങ്ങളോ സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഹിസ്റ്ററി ഇവിടെ ഉണ്ട്. ഇപ്പൊ 2020 ഡൽഹിയിൽ നടന്ന പ്രക്ഷോഭങ്ങളുണ്ട്. പൗരത്വ നിയമത്തിനെതിരെ എന്ന് പറഞ്ഞു തുടങ്ങിയ പ്രക്ഷോഭങ്ങളായിരുന്നു അത്. പക്ഷേ അതിന്റെ പിറകിൽ നടന്ന ഗൂഢാലോചനകൾ എന്താണ്, ഡൽഹിയിൽ നടത്തിയ ഒരു വലിയ കലാപത്തിലേക്ക് നയിച്ചത് എങ്ങനെയാണ്, അതൊക്കെ ഇപ്പം വലിയ വലിയ വിഷയങ്ങളാണ്. എത്രയോ പേരിപ്പം അന്ന് ജയിലിൽ കിടക്കുകയാണത്. അങ്ങനെ ഈ രാജ്യത്ത് നടക്കുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ രാജ്യവിരുദ്ധ ശക്തികൾ ഹൈജാക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ചരിത്രം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്രക്ഷോഭം വരുമ്പോഴും ഇങ്ങനെ ഒരു മൂവ്മെന്റ് വരുമ്പോഴും ആ ഒരു ദൃഷ്ടിയിൽ ചിലപ്പം ആൾക്കാർ നോക്കിയെന്നിരിക്കും. ചിലപ്പോൾ സർക്കാർ അതിനെ അങ്ങനെ കണ്ടെന്നുമിരിക്കും. അത് ഉണ്ടെന്ന് അതിന്റെ അർത്ഥം അവരങ്ങനെ ആണെന്നല്ല. പക്ഷെ അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ വാസ്തവം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും രാജ്യസുരക്ഷ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശ്രീ ഷാബു പ്രസാദ് അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം സംസാരിച്ചത്. വളരെ നന്ദി.